പിതൃതർപ്പണത്തിനെത്തുന്ന ആയിരങ്ങളെ വരവേൽക്കാൻ തൃപ്പാഴൂർ മണൽപ്പുറവും പെരുംത്രിക്കോവിൽ മഹാദേവ സന്നിധിയും ഒരുങ്ങി. ജില്ലയിൽ ആലുവ ശിവക്ഷേത്രം കഴിഞ്ഞാൽ പിതൃതർപ്പണത്തിന് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന കേന്ദ്രമാണ് പാഴൂർ പെരുംത്രിക്കോവിൽ മഹാദേവ ക്ഷേത്രം. ഭക്തർക്ക് മണൽപ്പുറത്തേക്ക് കടക്കാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ മഴവിൽ പാലത്തിനൊപ്പം താൽക്കാലിക പാലവും ഒരുക്കിയിട്ടുണ്ട്. സ്വയംഭൂവായ മഹാദേവ ചൈതന്യം കുടികൊള്ളുന്ന പാഴൂർ പെരുംത്രിക്കോവിൽ ക്ഷേത്രവും പ്രകൃതി കനിഞ്ഞരുളിയ ശിവരാത്രി മണൽപ്പുറവും പിതൃതർപ്പണത്തിനെത്തുന്ന ആയിരങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മഹാശിവരാത്രിയായ മാർച്ച് 8 നേരം പുലരുന്നതോടെ പാഴൂരിലേക്ക് ഭക്തരെത്തി തുടങ്ങും. പെരുംത്രിക്കോവിലപ്പനെ ഉപദേവന്മാർക്കൊപ്പം ശീവേലിക്കെഴുന്നള്ളിക്കും. തുടർന്ന് കാഞ്ചികാമ കോടിപീഠം ആസ്ഥാന വിദ്വാൻ വൈക്കം ഷാജിയുടെ പ്രമാണത്തിൽ നാദസ്വരവും തൃശൂർ പൂരപ്രമാണി വീരശൃംഖല ജേതാവ് വാദ്യകലാരത്നം ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും അകമ്പടിയാകും. ഉച്ചയ്ക്ക് മാമലക്കവല നിരപ്പേൽ ശ്രീബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേക കാവടി ഘോഷയാത്രയും മഹാപ്രസാദ ഊട്ടും നടക്കും. ശേഷം കാഴ്ച ശീവേലിക്ക് നാദസ്വരം അകമ്പടിയാകും. വാദ്യകലാപ്രതിഭ പാഴൂർ ഉണ്ണിചന്ദ്രന്റെ പ്രമാണത്തിൽ പാണ്ടിമേളം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ചെണ്ടമേളം എന്നിവയോടെ വിളക്കാചാരവുമുണ്ട്. വിളക്കാചാരം കഴിഞ്ഞ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതോടെ മണപ്പുറത്തെ ബലിതറകളിൽ പിതൃതർപ്പണ മന്ത്രങ്ങൾ മുഴങ്ങും. മണൽപ്പുറത്തേക്ക് കടക്കാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ മഴവിൽ പാലത്തിനൊപ്പം താൽക്കാലിക പാലവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിറവം. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.